ശ്രീമദ് ഭാഗവതത്തിൽ ധ്രുവ മഹാരാജാവിൻ്റെ ഒരു മനോഹരമായ ഉദാഹരണമുണ്ട്. ധ്രുവ രാജ്യം ഭരിച്ചു, എല്ലാം കഴിഞ്ഞു. ധ്രുവ മഹാരാജാവിൻ്റെ അമ്മയെ വൈകുണ്ഠത്തിലോട്ട് വൈകുണ്ഠവാസികൾ ദ്വാരപാലകന്മാർ തിരികെ കൊണ്ടുപോവുക. അപ്പം അമ്മ ആദ്യം പോയി. ആര്? ധ്രുവ മഹാരാജാവിൻ്റെ അമ്മയായ സുനിതി മാതാവ് ആദ്യം പോയി. അപ്പോൾ അവർ പറഞ്ഞു, ഇത്രയും ഒരു സൽസ്വഭാവിയായ സാത്വികനായ ശുദ്ധനായ ഒരു ഭക്തന് ജന്മം കൊടുത്തത് കൊണ്ട് വൈകുണ്ഠത്തിൽ പോകാനുള്ള സർവത്ര യോഗ്യതയും അങ്ങയ്ക്കുണ്ട് എന്ന് അമ്മയെ ആദ്യം കൊണ്ടുപോയി. അടുത്തത് ധ്രുവ മഹാരാജാവ് വിമാനത്തിൽ കയറി. വിമാനത്തിൽ കയറിയ ഉടനെ അവർ പറഞ്ഞു, ധ്രുവ ചക്രവർത്തി, നമ്മൾ വൈകുണ്ഠത്തിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ധ്രുവ മഹാരാജ ചോദിച്ചു, അതെന്താ ഞാൻ പോവാത്തത്? കാരണം അങ്ങ് ഇത്രയും കാലം ഹൃദയത്തിൽ പരമാത്മാവിനെ ധ്യാനിച്ചു, ഭഗവാനെ സ്മരിച്ചു, ഭഗവാനെ ധ്യാനിച്ചു, സേവനമൊന്നും ചെയ്തില്ല. ഭഗവാനെ ധ്യാനിച്ചു, സ്മരിച്ചു എന്ന് പോലും പറയാൻ പറ്റില്ല, ധ്യാനിച്ചു, സേവനം ചെയ്തില്ല. അതുകൊണ്ട് ധ്രുവചക്രവർത്തിയെ ധ്രുവനക്ഷത്രം എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിൽ കൊണ്ടുപോയി ആക്കി 38,000 ദേവവർഷം ഭഗവാനെ സേവിച്ചിട്ട് വൈകുണ്ഠത്തിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എന്തായി അവിടെ? ധ്രുവ മഹാരാജാവിനും നേരിട്ട് മോക്ഷം കിട്ടിയില്ല, സേവനം ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് പോലും മോക്ഷം കിട്ടിയത്. അപ്പം അദ്ദേഹം ചോദിച്ചു, അപ്പം എൻ്റെ അമ്മ എന്താ സേവനം ചെയ്തത്? അങ്ങയ്ക്ക് അമ്മ ജന്മം തന്നില്ലേ, ഒരു വൈഷ്ണവന് ജന്മം തന്നില്ലേ, അതുകൊണ്ട് അമ്മ പോയി. അപ്പം ആ വൈഷ്ണവൻ പോയില്ല. അതാണ് ഇവിടെ തമാശ. ധ്രുവൻ എന്ന് പറയുന്ന മഹാവൈഷ്ണവന് ജന്മം കൊടുത്ത അമ്മ പോയി, ആ വൈഷ്ണവൻ പോയില്ല. എന്തുകൊണ്ട്? സേവനം അനുഷ്ഠിക്കാത്തത് കൊണ്ട്.